ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു. കൊലപാതക കുറ്റം ചുമത്തിയെങ്കിലും സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ അന്വേഷണ സംഘത്തിനായിട്ടില്ല. മതിയായ തെളിവുകളുടെ അപര്യാപ്തതയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിടുന്ന വലിയ പ്രതിസന്ധി. ഒരു മാസം കഴിഞ്ഞിട്ടും DNA പരിശോധനാ ഫലവും വൈകുകയാണ്. ആയിഷ തിരോധാന കേസ് അന്വേഷണത്തിനും സമാനമായ വെല്ലുവിളിയുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇവിടെ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ പ്രതിക്കൂട്ടിലുള്ളത്. പക്ഷേ ഇതുവരെയും കൂടുതൽ നടപടികളിലേക്ക് കടക്കാനായിട്ട്, അതായത് ജൈനമ്മയുടെ കേസിനപ്പുറം മറ്റ് കേസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് എന്തുകൊണ്ടാണ് കഴിയാത്തത്? എന്താണ് വെല്ലുവിളി? ടോമ, ഇപ്പോൾ മറ്റ് കേസുകളിൽ, അതായത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസുകളടക്കം 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞുവെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതായത് ഈ കൊലപാതക വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയെങ്കിൽ പോലും അതിനകത്ത് കൃത്യമായി ഒരു അതായത് ഈ സെബാസ്റ്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ സെബാസ്റ്റിൻ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനോ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു തെളിവുകൾ അല്ലെങ്കിൽ സെബാസ്റ്റിനെ ഈ കേസിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തേണ്ട തെളിവുകൾ അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അന്വേഷണ സംഘം ഒരു വഴിമുട്ടിയ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുകളിലായി ചേർത്തല കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതായത് വകുപ്പുകൾ, കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി തിരോധാന കേസ് അപ്ഗ്രേഡ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. പക്ഷേ തുടർന്ന് അങ്ങോട്ട് ചേർത്തല കോടതിയിലെത്തി അത് ആ കാര്യങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റ് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങാനോ അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സിലേക്ക്, അതായത് ഫോർമൽ അറസ്റ്റ് ഉൾപ്പെടെ അത് നടത്തേണ്ടതുണ്ട്. കാരണം ഏറ്റുമാനൂർ കോടതിയിൽ ജൈനമ്മ കേസിൽ ഏറ്റുമാനൂർ കോടതിയുടെ അണ്ടറിൽ സെബാസ്റ്റ്യൻ റിമാൻഡിലാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ ജയിലിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ സെബാസ്റ്റ്യനെ ആ രീതിയിൽ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിനടക്കമുള്ള പ്രശ്നങ്ങൾ ആദ്യം ഈ കേസ് ബിന്ദു പത്മനാഭൻ കേസിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങണമെങ്കിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ അറസ്റ്റ് രേഖപ്പെടുത്തൽ അടക്കമുള്ള പ്രൊസീജിയറിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അന്വേഷണ സംഘം ഏറ്റവും പ്രതീക്ഷയോടെ കരുതുന്ന DNA പരിശോധനാ ഫലമാണ്, എല്ലുകളുടെ ഉൾപ്പെടെയുള്ള DNA പരിശോധനാ ഫലം. പക്ഷേ ആ പരിശോധനാ ഫലം പോലും വൈകുകയാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, എല്ലുകൾ കത്തിച്ച നിലയിലുള്ളതായിരുന്നു. DNA സാമ്പിളുകളുടെ പരിശോധന ലഭ്യമാകുമെന്ന് കരുതിയിട്ട് അതും ഇപ്പോൾ 1.5 മാസത്തോളമാകുന്നു. അതും നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. മൊത്തത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണം നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യ അന്വേഷണ സംഘം ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ള ഇടപെടൽ നടത്തി തെളിവ് നശിപ്പിക്കുന്നതിനടക്കം അവർ ഇടപെട്ടു എന്നുള്ള ഗുരുതര ആരോപണം കുടുംബത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും ഈ കേസ് തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിന്ദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യ അന്വേഷണ സംഘം വരുത്തിവെച്ച വീഴ്ചകളൊക്കെ തന്നെ ഈ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മറ്റു വകുപ്പുതല നടപടികളിലേക്കൊന്നും ഇതുവരെ പോലീസ് പോയിട്ടുമില്ല, അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് പോയിട്ടുമില്ല. പക്ഷേ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ തിരിച്ചടി ഈ ആലപ്പുഴയിലെ അന്വേഷണ സംഘം ഇപ്പോൾ നേരിടുന്നു. കൃത്യമായ ഒരു എവിഡൻസിലേക്ക് പോകാനോ അതിനകത്ത് സെബാസ്റ്റിന്റെ പങ്കാളിത്തം എന്ത് എന്നുള്ളത് സാധൂകരിച്ചു അല്ലെങ്കിൽ സ്ഥിരീകരിച്ചുകൊണ്ട് അത് കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പോലും ഇതുവരെ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കേട്ടോ. ശരണ്യ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബിന്ദു പത്മനാഭന്റെ സ്ഥലം ഇടപാട് നടത്തിയ, സ്ഥലം വാങ്ങിയെന്ന് പറയപ്പെടുന്ന സതീശനിലേക്ക് അന്വേഷണം നീങ്ങിയിരുന്നു. ഈ സതീശന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ? മാത്രമല്ല, സതീശന്റെ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള സംശയങ്ങളുമുണ്ടല്ലോ. ആ കേസിൽ സെബാസ്റ്റിന് എന്തെങ്കിലും പങ്കുള്ളതായി സൂചനയുണ്ടോ? സെബാസ്റ്റ്യൻ, ഒപ്പം തന്നെ സതീഷിന്റെ മരണപ്പെട്ട സഹോദരൻ ജയദേവൻ, ഇവരെല്ലാവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുള്ളത്. ഈ ജയദേവൻ മരണപ്പെടുന്നതിന് മുൻപ്, അതായത് സതീഷിന്റെ സഹോദരനാണ് ജയദേവൻ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാരവാഹിയായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന പണം
അത് പല വഴിക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സെബാസ്റ്റ്യൻ ഇയാളെ കബളിപ്പിച്ച് കൈവശപ്പെടുത്തിയതാണ് എന്നുള്ള ഗുരുതര ആക്ഷേപം നിലനിൽക്കുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ സതീശനും സതീശൻ സഹോദരൻ ജയദേവനും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർത്തലയിലെ ബാറിലിരുന്ന് മദ്യപിച്ചിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസമാണ് ജയദേവനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ പോലും സതീശൻ ഗുരുതരമായ ഒരു ആരോപണങ്ങളും സെബാസ്റ്റ്യനെതിരെ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉൾപ്പെടെ ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബിന്ദു പത്മനാഭനെ ഏറ്റവും ഒടുവിലായി കണ്ടു എന്ന് പറയുന്നതും ഈ സതീശനാണ്. കാരണം ബിന്ദു 2005 മെയ്ക്ക് ശേഷം ജീവനോടെ ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ സതീശൻ നമ്മളോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ വെച്ചാണെങ്കിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അയാൾ നമ്മളോട് പറഞ്ഞത്. 2006 തന്റെ മുന്നിൽ നേരിട്ട് ബിന്ദു വന്നു, അത്തരത്തിലൊരു സ്ഥലമിടപാടിന് വേണ്ടി ഇടപെട്ടു. അത് കഴിഞ്ഞ് പിന്നീട് ബിന്ദു അന്ന് രാത്രി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നു എന്ന് അയാൾ പറയുന്നു. പക്ഷെ കൃത്യം 6 മാസം, അതായത് പണം വാങ്ങി കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥലം എഴുത്തരാത്തിനെ തുടർന്ന് കോടതിയിലേക്ക് സതീശൻ പോവുകയാണ്. അവിടെ എക്സ്പാർട്ടി വിധിയിലൂടെ ആ സ്വത്തുക്കൾ, ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ, ഇപ്പോൾ പ്രതിഭാഗത്ത് നിൽക്കേണ്ടത് ബിന്ദു പത്മനാഭനാണ്. അതുകൊണ്ട് ബിന്ദു പത്മനാഭൻ ആ കേസിൽ ഒരു ഘട്ടത്തിൽ പോലും ഹാജരായിട്ടില്ല. അതോടെ എക്സ്പാർട്ടി വിധിയോടുകൂടി ആ സ്ഥലം ഇയാൾക്ക് സതീശന് ലഭ്യമാവുകയാണ്. അപ്പോൾ ആ ലഭ്യമായ ഉടൻ തന്നെ സതീശൻ അത് മറിച്ച് മറ്റൊരാൾക്ക് വെക്കുന്നു, അതായത് കേസ് വാദിച്ച അഭിഭാഷകർ തന്നെ വെക്കുന്നു. അപ്പൊ ഈ ഇടപാടുകളിലൊന്നും സുതാര്യതയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ഇടപാടുകളല്ല അവിടെ നടന്നിട്ടുള്ളത് എന്നും അന്വേഷണ സംഘത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് അറിയാമെന്നുള്ളത് ഉള്ള ഒരു നിഗമനം അവർക്കുണ്ടെങ്കിൽ പോലും അന്വേഷണ സംഘം നേരിടുന്ന ഒരു വെല്ലുവിളി, നേരത്തെ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സെബാസ്റ്റ്യനിൽ നിന്ന് പണം വാങ്ങിയെന്ന് മാത്രമല്ല, അന്വേഷണം വഴിതിരിച്ചു വിട്ടതിനപ്പുറത്തേക്ക് സെബാസ്റ്റ്യൻ എങ്ങനെ അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത ആളുകളെല്ലാം തന്നെ എങ്ങനെ അന്വേഷണ സംഘത്തെ അഭിമുഖീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കൃത്യമായ ട്രെയിനിങ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ടെന്ന് ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സതീശനെയും പലതവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചതാണ്. അപ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു മൊഴി അതിനകത്ത് കുറച്ചുകൂടി പഴയ കേസിൽ നിന്ന് കുറച്ചുകൂടി ഡെപ്തിലുള്ള ഒരു മൊഴി നൽകിയിരിക്കുന്നത് ജയ എന്ന സ്ത്രീയാണ്. അവരാണ് ബിന്ദു പത്മനാഭന്റെ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ഇടപ്പള്ളിയിൽ നടന്ന രജിസ്ട്രേഷനിൽ ബിന്ദു പത്മനാഭനായി ചെന്ന സ്ത്രീ ഇവരാണ്. പിന്നീട് ഇവർ എത്തിയ ആൾ വ്യാജനാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ജയ അതിനകത്ത് കുറച്ചുകൂടി പോലീസിന് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതുതായി കുറെ കൂടി പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഒരു സീരിയൽ കില്ലർ എന്നതിനപ്പുറത്തേക്ക് മറ്റു പല വ്യക്തമാണ്. ശരണ്യ സ്നേഹജൻ സൂചിപ്പിച്ചതുപോലെ ഈ ചേർത്തലയിലെ സ്ത്രീകളുടെ ദുരൂഹമായ തിരോധാനങ്ങളിൽ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും പങ്കുണ്ടോ, അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെ ഉണ്ടായ ആവേശം സിനിമാ മോഡൽ സംഘർഷം ആശങ്ക പരത്തുന്നു. വാർത്ത പരിശോധിക്കാം.